ഒരു ദിവസം മാത്രം അവിടെ ഉണ്ടായിരുന്ന എനിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതും റിമാൻഡ് തടവുകാർക്ക് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ സ്ഥിരം കുറ്റവാളിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുടെ അവസ്ഥ നമുക്കറിയാലോ. നാട്ടിൽ വോട്ട് കുത്തി ഭരണത്തിലേറ്റി അങ്ങോട്ട് വെക്കുന്ന സാധാരണക്കാരന് ഗോവിന്ദ, അവന് പോലീസിന്റെ തല്ലുകൊള്ളണം, പാർട്ടിക്കാരുടെ തെറി കേൾക്കണം, എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിന്റെ കൊടി താങ്ങണം, അവന്റെ പണം നഷ്ടപ്പെടണം, എല്ലാം വേണം. സർവോപരി ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കണം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതിന്റെ ഭാഗമായി സഖാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോ. ഇനി എത്ര പേര് അറസ്റ്റിലാവുന്ന ഒരു പിടിയില്ല. ഇപ്പോ കേസിന്റെ ഭാഗമായിട്ട് റിമാൻഡ് ചെയ്ത് കുറച്ചെണ്ണം കിടക്കുന്നുണ്ട്. പലരും റിമാൻഡ് കാത്തു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ഠരര്, രാജീവര് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ശ്രദ്ധ തിരിയാത്തതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ 3ാം ഗർഭകേസും ഇറക്കി നോക്കിയിട്ടുണ്ട്. ഇനി അതും ഏറ്റിയില്ല എന്നുണ്ടെങ്കിൽ 10ഓളം കേസുകൾ നിലവിൽ പോക്സോ ഉൾപ്പെടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേസുകൾ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇത്തരത്തിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ 4ാമത്തെ കേസാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. 3ാമത്തെ കേസ്, ആ 2ാമത്തെ കേസിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് പൊളിഞ്ഞുപോയി, പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്നത് കൊണ്ട് 3ാമത്തെ കേസ് തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ട് ഈ 3ാമത് ഇറക്കിയിട്ടുള്ളത് 4ാമത്തെ കേസാണ്. ഇനി 6 കേസുകൾ കൂടി പുറത്തു വരാനുണ്ടെന്നാണ് അറിയുന്നത്. എന്നിട്ടും ശബരിമല കേസ് മാറുന്നില്ല, കൊള്ളക്കേസ് മാറുന്നില്ല. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ആൾക്കാർ പോവുകയാണ്. ഇതിനിടയിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്നവർ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് പ്രയാസപ്പെടും എന്നതുകൊണ്ട് CPM-ലെ പ്രവർത്തകരെല്ലാം ഇനി ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട്. കോടതി ഇടപെട്ടതുകൊണ്ട് അങ്ങനെ കിടക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് വളരെ തിടുക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മാറ്റം, ഒരു ജയിലുകളിൽ ഒരു മാറ്റം ഉണ്ടാക്കി. അധിക വാർത്തയൊന്നും വന്നിട്ടില്ല. തടവ് പുള്ളികൾക്ക് ചെറിയ ഒരു ശമ്പള വർധന ഉണ്ടാക്കി. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജയിലിൽ പോകുന്ന CPM തടവുകാർ, അവരാണ് ഇനി കൂടുതൽ വരുന്നത് എന്നതുകൊണ്ട് അവർക്ക് ജയിലിൽ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങാൻ എന്തൊക്കെയാണ് നിങ്ങൾ തീരുമാനിക്കും. അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ, യഥേഷ്ടം ലഭ്യമാകുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള 10ഓ 20ഓ, കൃത്യമായിട്ട് പറയണമെങ്കിൽ 63 രൂപ, 127 രൂപ, 152 രൂപ, അതായത് നല്ല സ്കിൽ ജോബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 152 രൂപ ദിവസക്കൂലി, ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ 127 രൂപ. പിന്നെ സാധാരണ മൈക്കാർഡ് എന്ന് പറയുന്നത് എന്ത് പറയാ, ഹെൽപ്പർക്ക് 63 രൂപ. ഇങ്ങനെയായിരുന്നു കൂലി ഉണ്ടായിരുന്നത്. അത് ഹെൽപ്പർക്ക് 530 രൂപയും, ഒരു മീഡിയം അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് 560 രൂപയും, നന്നായിട്ട് പണിയെടുക്കാൻ കഴിയുന്നവർക്ക് 620 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതില് 155 രൂപ അവർക്ക് അവിടെ സ്പോട്ടിൽ ഓരോ ദിവസവും ചെലവഴിക്കാം. അതായത് ഡെയിലി പണിക്ക് പോകുന്ന, ജയിലിൽ പണിക്ക് പോകുന്ന ഒരു ജയിൽ തൊഴിലാളിക്ക്, ഇനിയിപ്പോ അങ്ങനെ വിളിക്കേണ്ടി വരും, ജയിൽ തൊഴിലാളിക്ക് 155 രൂപ ചെലവഴിക്കാം. ഇനി അത് തീരെ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 132 രൂപ 50 ദിവസം ഒരു ദിവസം കിട്ടും. ഇനി വല്ല കഞ്ചാവോ കള്ളോ ഒക്കെ അവിടെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ, സിഗരറ്റും ഒക്കെ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ ബീഡിക്ക് വേണ്ടിയിട്ട് ജയിൽ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു എന്നൊരു വർത്തമാനം പറയുന്നത് കേട്ടു. ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. അയാള് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്ന പണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവരോട് ബീഡി ചോദിക്കും അത്രേ. അവർ ബീഡി കൊടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ബീഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ അതുപോലെ കഞ്ചാവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാകാം, ഉണ്ടാകാം എന്നാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. അവർ പറയുന്നതും അവർ ഉപയോഗിച്ചിട്ടു എന്ന് പറയുന്നതല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. ഏതായാലും അത്തരത്തിൽ സംഗതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഒരു ദിവസം മാത്രം അവിടെ ഉണ്ടായിരുന്ന, അതായത് ഒരു പകലും ഒരു രാത്രിയും മാത്രം അവിടെ ഉണ്ടായിരുന്ന എനിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതും റിമാൻഡ് തടവുകാർക്ക് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ സ്ഥിരം കുറ്റവാളിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുടെ അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ അതൊക്കെ ഉണ്ടാകാം. ഇനി ഇതിന്റെ പേരിൽ എന്താണ് പുകലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവിടെ നിൽക്കട്ടെ. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, ആ കിട്ടുന്നത് ചെലവഴിക്കാൻ വേണ്ടി പണം ആവശ്യമുണ്ട്. അതിന് ഈ കഴിയുന്ന 63 രൂപ, 127 രൂപ, 152 രൂപ, ഇതൊക്കെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന്റെ 4 കൊടുത്താൽ എന്ത് തേങ്ങാപ്പണ കിട്ടാൻ? ഒന്നും കിട്ടൂല. ഇവിടെ അവർ പറയുന്നത് 25% അവർക്ക് അവരുടെ ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക്, മറ്റാവശ്യങ്ങൾക്ക്, അതായത് ജയിലിനുള്ളിൽ ചെലവഴിക്കാം. 50% വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിരപരാധികളെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവന് ശിക്ഷ വാങ്ങി കൊടുത്തിട്ട്
അവന് ജയിലിൽ കൊടുക്കുന്ന കൂലിയുടെ ഒരു 50% വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഭക്ഷണം കഴിച്ച് കിടക്കുമല്ലോ. അപ്പൊ നല്ല തൊഴിലറിയാവുന്ന ഒരുത്തനെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട് കഴിഞ്ഞാൽ അവനവിടെ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 620 രൂപ കിട്ടും. അതിൽ 310 രൂപ അവരുടെ വീട്ടിലേക്ക് എത്തും. ഒരു ദിവസം 310 രൂപ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ ചോറും വെച്ച് ചമ്മന്തി അരച്ച് അവർക്ക് കഴിക്കാം. അതായത് വിശക്കാതെ കിടക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ മേലെ ഗോവിന്ദ ആകുന്നുണ്ടെങ്കിലും പട്ടിണി കിടന്ന് മരിക്കൂല. അതൊരു വലിയ കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് അതിനൊന്നും വേണ്ടിയിട്ടല്ല എന്നാണ്. ഈ പണം ഇങ്ങനെ കൊടുക്കുന്നത് CPM-ന്റെ നേതാക്കളും പഴയ MLA-മാരും അതേപോലെ സഹമുറിയന്മാരും ഒക്കെ ഒരറ്റത്തുനിന്ന് നേരെ പോവുകയാണ്. അതായത് ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്വർണ്ണക്കൊള്ള കേസിൽ ഇങ്ങനെ ആൾക്കാർ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തിന്നാനും കുടിക്കാനും നേരത്തെ പറഞ്ഞ പോലെ അതിന് പണം വേണം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വരെ ഇറക്കി കളിച്ചിട്ടും ഒരു രക്ഷയുമില്ല. എങ്ങനെ ഇറക്കി കളിച്ചിട്ട് ഇപ്പൊ അവസാനം 3ാം ഗർഭം ഇറക്കിയിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ കൂടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല, പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇനി എങ്ങാനും BJP-യോ അല്ലെങ്കിൽ UDF-ഓ ഏതെങ്കിലും വിധത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവാറും അകത്ത് ബാക്കിയുള്ള നേതാക്കൾക്ക് പോയി കിടക്കേണ്ടി വരും. ഇപ്പൊ കാണിച്ചുള്ള തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും അകത്ത് പോകേണ്ടി വന്നാൽ ഇപ്പൊ തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി വെച്ചാൽ വെള്ളം കുടിച്ച് കിടക്കാം. അപ്പൊ അതിനുവേണ്ടി ചെയ്തു വെച്ചതാണോ എന്നും ന്യായമായി സംശയിക്കണം. പാർട്ടിക്കാരോടുള്ള ഇത്തരത്തിലുള്ള ഒരു കരുതൽ നല്ലതാണ്. 10,000-ലധികം തടവുകാർ, 4 സെൻട്രൽ ജയിലടക്കമുള്ള ഏകദേശം 10,000-ലധികം തടവുകാർക്ക് ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. അതായത് അവർക്ക് പ്രതീക്ഷ ഉണ്ട് ഇനിയുള്ള കാലം അകത്തേക്ക് പോയി കിടക്കും എന്നുള്ളത്. ആയിക്കോട്ടെ, നല്ല കാര്യം. പിന്നെ ഈ 155 രൂപ, 132 രൂപ, 140 രൂപ ഇങ്ങനെ 4-1 പൈസ അയാൾ പോകുമ്പോൾ കൊടുക്കും എന്നാണ് പറയുന്നത് പുറത്തിറങ്ങിയിട്ട്. ഏതായാലും നല്ലൊരു കാര്യമാണ്. ജയിലിൽ കിടക്കുമ്പോൾ കഞ്ചാവ് അടിക്കാനും സിഗരറ്റ് വലിക്കാനും, സിഗരറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, വീടി വലിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കിട്ടാനും അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു 4-1 പൈസ ക്യാൻറ്റീനിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടി കൊടുക്കുക. പിന്നെ ഒരു 50% വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഒരു 25% എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അതൊരു 10-12 വർഷത്തെ തടവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപ, 6 ലക്ഷം രൂപയ്ക്ക് മേലെ ഉണ്ടാവുന്നതാണ് കേട്ടത്. അവധി ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും കുറയും. എന്നാലും അത്രയൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ശിക്ഷാ കാലാവധി ഇറങ്ങിയിട്ട് പിന്നെ ഒരു ജോലിയോ കാര്യങ്ങളോ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും 2 സെന്റ് സ്ഥലം വാങ്ങാനുള്ള പൈസ കിട്ടുമെങ്കിൽ നല്ല കാര്യമാണ്. ഏതായാലും ഇനി ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകർ ഇവരെല്ലാവരും അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചതിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവരൊക്കെ ജയിലിലേക്ക് എത്തും എന്ന് മുൻകാഴ്ചയോടുകൂടി ഇങ്ങനെ കൂട്ടിക്കൊടുത്തതും അത് അന്തം കെട്ട വിധത്തിലാണ് കൂട്ടിയത്. ജനുവരി 12-ാം തീയതി ഇന്നലെയാണ് കൂട്ടിയത്. അതായത് 63 രൂപ ഉണ്ടായിരുന്നതാണ് 530 രൂപ ആക്കിയത്, 127 രൂപ ഉണ്ടായിരുന്നതാണ് 560 രൂപ ആക്കിയത്, 152 രൂപ ഉണ്ടായിരുന്നതാണ് 620 ആക്കിയത്. എന്ന് മാറ്റണം ഇത്? എന്ന് മാറ്റണം? ജയിലിലുള്ളവർക്ക് 3 നേരം മൃഷ്ടാന്ത ഭക്ഷണം ഇതെല്ലാം ചെയ്യും. നാട്ടിൽ വോട്ട് കുത്തി ഭരണത്തിലേറ്റി അങ്ങോട്ട് വെക്കുന്ന സാധാരണക്കാരന് ഗോവിന്ദ, അവന് പോലീസിന്റെ തല്ലുകൊള്ളണം, പാർട്ടിക്കാരുടെ തെറി കേൾക്കണം, എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിന്റെ കൊടി താങ്ങണം, അവന്റെ പണം നഷ്ടപ്പെടണം, എല്ലാം വേണം. സർവോപരി ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കണം. ഇതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കള്ളക്കേസിലെങ്കിലും പെട്ട് ജയിലിൽ പോകണതാണ്. സുഖമായിട്ട് 3 നേരം തിന്നേം ചെയ്യാം. ഉള്ള പണി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചു കണ്ട് അവിടെ നിന്നാ മതി. കൂലിയും കിട്ടും, പിന്നെ ബലസാനുള്ള നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള പണവും കിട്ടും. Different angles. Don't forget to subscribe and support this channel.